ഹായ്, എൻ്റെ പേര് ജോഹ്റ, വെൽനസ് കോച്ചാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഒരു പുതിയ ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ്? നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനുള്ള ശരീരത്തിനെ ബാധിക്കുന്ന ഒരു സങ്കീർണമായ ആരോഗ്യാവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അത് സെല്ലുകളിൽ ചെന്നിട്ട് അതിന് ആക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് ഇൻസുലിൻ മോളിക്യൂള്, ഇത് റിസപ്റ്റേഴ്സ്. ഈ ഇൻസുലിൻ മോളിക്യൂള് വന്ന് ഈ റിസപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ ഇൻസുലിൻ മോളിക്യൂള് വരുന്ന ടൈമിൽ ഈ റിസപ്റ്റേഴ്സ് അതിനെ റിജക്റ്റ് ചെയ്യുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ ടൈമിൽ എന്താ ചെയ്താൽ ഇൻസുലിൻ ഒരുപാട് അക്യുമുലേറ്റ് ആവും. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഒരുപാട് രോഗാവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. അതിൽ മെയിനായിട്ടുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ്, അതുപോലെ തന്നെ പൊണ്ണത്തടി, യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത്. യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വരാം, കാർഡിയോമയോപ്പതി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ ലെവലിൽ വ്യത്യാസം വരാം. അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യും. പ്രമേഹ രോഗികൾക്ക് വരുന്ന റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ആണുങ്ങളിൽ വരുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ആണുങ്ങളുടെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ, അതിൻ്റെ ലെവലിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ സെൻറ്ററായിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് വഴിക്ക് നമുക്ക് ചെയ്യാം. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് വഴി നമ്മൾ ഇൻസുലിൻ്റെ അളവ് നോക്കി നമുക്കറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എങ്ങനെ നമുക്ക് സിംറ്റംസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ എപ്പോഴും വയറിൻ്റെ വണ്ണം കൂടുതലായിരിക്കും. അത് വെസ്റ്റ് ഹിപ്പ് റേഷ്യോ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ വയറിൻ്റെ വണ്ണം കൂടുതലുള്ള ആളുകളിൽ അബ്ഡോമിനൽ ഒബിസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ജെൻസിനാണെങ്കിൽ 90നും 100നും ഇടയ്ക്കും, ലേഡീസിനാണെങ്കിൽ 70നും 80നും ഉള്ളിലാണ് വേണ്ടത്. അതിന് മുകളിലാണെങ്കിൽ അബ്ഡോമിനൽ ഒബിസിറ്റിയാണ്. അങ്ങനെയുള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വേറൊരു സിംറ്റംസ് ആണ് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്. അതായത് ബാക്ക് സൈഡ് മുതൽ ഈ സൈഡ് വരെ നല്ല തിക്കായിട്ടുള്ള കറുപ്പുണ്ട് എങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വണ്ണം കൂടിയ ആളുകളിലും മിക്ക ആളുകളിലും ഈ ഒരു കറുപ്പ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ മാല ഇട്ട് വരുന്ന ആ ഒരു കറുപ്പല്ല, ഇതുവരെ ഈ രണ്ട് സൈഡിൻ്റെ നെക്കിൻ്റെ രണ്ട് സൈഡ് വരെയും നല്ല തിക്കായിട്ടുള്ള കറുപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവിൽ വ്യത്യാസം വരിക, BP-യുടെ വാല്യൂസിന് വ്യത്യാസം വരിക, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലിൽ വ്യത്യാസം വരിക. അതായത് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് ഉള്ളതിനുള്ള സിംറ്റംസ്. ഇത് നമുക്ക് രണ്ട് രീതിക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞ സിംറ്റംസ്. ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എല്ലാ ലാബിലും അവൈലബിൾ അല്ല. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, BP ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലേ. അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസുലിൻ വാല്യൂ കിട്ടത്തില്ല. പക്ഷേ ലാബുകളിൽ നമ്മൾ ഇൻസുലിൻ ചെക്ക് ചെയ്യാൻ പറ്റും. ബോഡിയിൽ എങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാം. ഇപ്പം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് എക്സസ് വെയിറ്റ് ആയിരിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും ആളുകളിൽ എക്സസ് വെയിറ്റ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സസ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സസ് വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെ കുറയ്ക്കാം? നമുക്ക് എക്സസൈസ് ചെയ്യാം, അല്ലാതെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് എക്സസൈസ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മളെ ബോഡിയിലെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിയെ കുറയ്ക്കും. വേറൊരു രീതി പറയുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ എന്ത് ചെയ്യും? ആ ഇൻസുലിൻ പോയി കറക്റ്റ് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്ത് ആ സെല്ലിന് ആക്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു നല്ലൊരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അഥവാ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക.
അത് കൂടിയാലുള്ള പ്രശ്നം എന്താ? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ഒരുപാട് കഴിച്ചാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ പാൻക്രിയാസ് വീണ്ടും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കൂട്ടും. ഓൾറെഡി നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, അവിടെ ഒരു അക്യുമുലേറ്റ് ആയി നിൽക്കുകയാണ്. വീണ്ടും പാൻക്രിയാസിൻ്റെ ജോലി ഇൻസുലിൻ പ്രൊഡക്ഷൻ വീണ്ടും നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രോഗാവസ്ഥയിലോട്ട് പോകും. അപ്പം നമ്മൾ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. നമ്മളെ ഫുഡിൽ നമ്മൾ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് ആഡ് ചെയ്യുക, പ്രോട്ടീൻ റിച്ചിട്ടായിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്കൊരു എക്സസൈസോ ഡയറ്റോ വെച്ച് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷെ അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നല്ല കോംപ്ലിക്കേഷനിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉള്ള ആളുകൾക്ക് പ്രമേഹം ഉണ്ടാകാം, പ്രമേഹം പിന്നെ അത് കിഡ്നി പ്രോബ്ലംസ് വരാം, ഡയാലിസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യമേ അതൊരു എക്സസൈസും ഡയറ്റ് ഫോളോ ചെയ്ത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് നമ്മൾ മെഡിസിനിലോട്ട് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ആരും നിസ്സാരമാക്കി കാണരുത്. കാരണം നമ്മളെ ബോഡിയിൽ വരുന്ന ഓരോ അസുഖത്തിൻ്റെയും ഒരു സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും.